ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. ഞാൻ ഹരികൃഷ്ണൻ. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇനിയുള്ള 15 ദിവസം. എല്ലാവർക്കും അറിയാം UGC നെറ്റ് എക്സാം ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഡേറ്റ് 22nd ആണ്. 22nd തൊട്ട് 30th വരെയാണ്. അതെ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി, അതോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളോടൊപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം, അല്ലെ? ഡൂസ് ആൻഡ് ഡോൺട്സ്. ഇതെല്ലാമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ത്രൂ ഔട്ട് കാണുക. ആദ്യം തന്നെ മനസ്സിലാക്കുക, 15 ദിവസമേ ഉള്ളൂ എന്നല്ല നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. 15 ദിവസമുണ്ട്. 15 ഇൻറ്റു ഒരു 5 മണിക്കൂർ വെച്ച് കൂട്ടിയാൽ പോലും നമ്മുടെ മുന്നിൽ 75 മണിക്കൂറിന് മേലെയുണ്ട്. ഇതെങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? അതെ. ഈ 15 ദിവസം കൊണ്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ നമുക്ക് എത്ര കൂടുതൽ മാർക്ക് വാങ്ങിക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. അതെ. ഇനി അതോടൊപ്പം തന്നെ ഏതൊരു എക്സാമിനും നമ്മളൊരു സ്റ്റഡി സ്ട്രാറ്റജി പറയുന്നതിന് മുമ്പോ ഡൂസോ ഡോൺസോ പറയുന്നതിന് മുമ്പോ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതായത് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഒരു സബ്ജക്ട് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഏതൊരു എക്സാമിനും ഒരു പാറ്റേൺ ഉണ്ടാവും. ഇപ്പൊ നെറ്റിന്റെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 30% ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിരിക്കും. നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെ. ഇനി 50% കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ 50%, 30%, 20%. അടുത്ത 20% ഇച്ചിരി ടഫ് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതെ. അപ്പൊ 20% ടഫ് ആണ്, 50% കൺഫ്യൂസിംഗ് അല്ലെങ്കിൽ ഒരു നമ്മളെ ഒന്ന് ചുറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഈ കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ നമുക്ക് പ്രോപ്പർലി എലിമിനേഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്ത് 4 ഓപ്ഷനിൽ നിന്നും 2 ഓപ്ഷൻ വെട്ടിക്കളഞ്ഞാൽ പോലും നമുക്ക് ഗസ് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. സോ ഈ ഒരു രീതിയിൽ വേണം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. സോ ആ ഒരു സ്റ്റഡി സ്ട്രാറ്റജിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് മുൻപായിട്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം? ഇപ്പം നമ്മളുടെ ഇൻഹൗസ് കുട്ടികൾക്കായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു 15 ഡേ ഷെഡ്യൂൾ ആണിത്. അപ്പൊ സാർ, ഇതിൽ ഏതാണ് നമ്മുടെ 30% കവർ ചെയ്യുക, അല്ലെങ്കിൽ ഈസി ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഭാഗങ്ങൾ? ഈസി ക്വസ്റ്റ്യൻസ് കിട്ടുന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറയാം. പീപ്പിൾ ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ, പിന്നെ കോംപ്രിഹെൻഷൻ. 3 കാര്യങ്ങളാണ് നമുക്ക് ഈസി കാറ്റഗറിയിൽ വരുന്നത്. അതായത് നിങ്ങൾ വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇതിനാവശ്യമില്ല. ദിവസം ഒരു ½ to 1 hour നമ്മൾക്ക് സ്പെൻഡ് ചെയ്താൽ ഈ 30% നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. യെസ്, നമ്മുടെ ഓൺ ആൻഡ് ആവറേജ് നമുക്ക് 220 മാർക്സ് ആണ് JRF-ലേക്ക് നമ്മൾ എയിം ചെയ്യേണ്ടത്, അല്ലേ? അപ്പൊ നമുക്ക് അത് തന്നെ നമ്മുടെ മനസ്സിൽ നോക്കാം. JRF-ലേക്ക് 220 മാർക്ക് വേണം. ആ 220 മാർക്കിന്റെ 30% ഇവിടെ കിടപ്പുണ്ട്. ഇറ്റ് ഡസന്റ് മീൻ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാം എന്നുള്ളത്. ഇതിന് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡെയിലി നെസസറി പ്രാക്ടീസ് കൊടുത്ത് മുന്നോട്ട് പോകണം. ഇനി ഒരു 50% കേസ് പറയുകയാണെങ്കിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഇവരെ കുഴയ്ക്കാൻ പോകുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്? കുഴയ്ക്കാൻ പോകുന്ന ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ലോജിക്കൽ റീസണിങ്, റിസർച്ച്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഇത് നമ്മൾ കുറച്ചും കൂടെ സെഷൻസ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ അല്പം കൺഫ്യൂസ് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ അല്പം എന്നല്ല, കുറച്ച് കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ 50% എന്ന് പറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്നറിയോ? ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, എനിക്ക് തോന്നുന്നു BEd കഴിഞ്ഞ കുട്ടികൾക്ക് കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. നെറ്റ് കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും BEd ഉണ്ടാവണമെന്നില്ല. സോ BEd കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് എളുപ്പമുള്ള ഒരു ഭാഗമാണ് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ. അതുകൊണ്ടും കൂടെ ആവാം ഇവർക്ക് ഇത് കുറച്ച് കൺഫ്യൂസിങ് ആവുന്നത്. അതെ, തീർച്ചയായിട്ടും. BEd കഴിഞ്ഞ ഒരു നെറ്റ് എഴുതുവാണെങ്കിൽ BEd കഴിഞ്ഞ ഒരു 5% കാൻഡിഡേറ്റ്സ് ഉണ്ടാവുള്ളൂ. ബാക്കി 95%. ഇപ്പൊ നിങ്ങൾക്കറിയാം, ജനറൽ പേപ്പർ എന്ന് പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ സബ്ജക്ട് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പേപ്പറാണ്. അപ്പോൾ നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആകുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് UGC അവരുടെ സിലബസിൽ റിസർച്ച് ആൻഡ് ടീച്ചിങ് ആപ്റ്റിന് അത്ര ഒരു പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് തന്നെയായിരിക്കും നമ്മുടെ ജനറൽ പേപ്പറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൂ. ഒരു 40 to 50% ക്വസ്റ്റ്യൻസ്. അതായത് 100 മാർക്കിൽ നിങ്ങൾക്ക് 40 മാർക്കെങ്കിലും ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും പ്രതീക്ഷിക്കാം. അത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ഇത്. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ തന്നെ പഠിക്കാൻ, ഇപ്പം നമ്മൾ ചില ടോപ്പിക്സ് എന്ന് പറയുന്നത് തന്നെ പഠിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജീസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗം എടുക്കുന്നത് BEd കഴിഞ്ഞ അധ്യാപകരാണ്. ഇപ്പൊ ഇവിടെ ധന്യ മിസ് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് നെറ്റ് ആയാലും സെറ്റ് ആയാലും എല്ലാ മേഖലയിലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ടീച്ചിങ് മെത്തഡോളജി എന്ന് പറയുന്ന പോർഷൻ എടുക്കുന്നതിൽ എക്സ്പേർട്ട് ആണ്. അത് HSSC എക്സാം ആയിക്കോട്ടെ, ഈവൻ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, ക്വാളിഫയിങ് എക്സാം ആയിക്കോട്ടെ, എക്സ്പേർട്ട് ആയിട്ടൊരു അധ്യാപികയാണ്. സോ മിസ്സിന്റെ നേതൃത്വത്തിൽ ഈ 2 ഭാഗം പോവുക എന്ന് പറയുന്നത് അടിപൊളിയായിട്ടൊരു കാര്യമാണ്. സോ ഇവിടെ നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി അത് തന്നെയാണ്. എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ച് പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് BEd കഴിഞ്ഞ അധ്യാപകരിൽ നിന്ന് തന്നെ നിങ്ങൾ കളക്ട് ചെയ്യണം. അവിടെയാണ് ഒരു പോയിന്റ് കിടക്കുന്നത്. സോ ഒന്ന് ആലോചിച്ച് നോക്കൂ, 100 മാർക്കിൽ 40% മാർക്ക് കിടക്കുന്ന ഒരു ഭാഗമാണ്. സോ നമ്മൾ ഒരിക്കലും അത് വിട്ട് കളയരുത്. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ.
കുറച്ചധികം ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. പക്ഷേ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ഏരിയയാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം കൺഫ്യൂസ് ചെയ്യിക്കാൻ എനിക്ക് തോന്നുന്നു CBT ആയതുകൊണ്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ട് ഏറുന്നത്. കാരണം ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എക്സാം എഴുതുന്നത് CBT ആണ് അല്ലെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. സോ നമ്മുടെ സ്ക്രീനിൽ അത് കാണണം. അത് മാത്രമല്ല ഈ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഈ പേപ്പർ വണ്ണിൽ നമുക്ക് കുറച്ചും കൂടെ സമയം എടുക്കുന്ന ഒരു പ്രശ്നം, ടൈം കൺസ്യൂമിംഗ് ആണ്. ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പോർഷനാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. അതുകൊണ്ട് തന്നെ അറിയാവുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പോലും സമയം പോയല്ലോ എന്നുള്ളൊരു ചിന്ത അവിടെ വരും. അതെ, അത് ബാക്കി ഭാഗങ്ങളെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മിനിമൽ ടൈമിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, ടൈമർ വെച്ചത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, ഇതെല്ലാം CBT ടെസ്റ്റിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു പോയിന്റ് അവിടെ കിട്ടും. സോ 50% ക്വസ്റ്റ്യനിൽ പ്രധാനികൾ എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഇതൊക്കെയാണ് അല്ലെ സാറേ. ഇനി നമ്മുടെ ഒരു ടഫ് ആയിട്ടുള്ള പോർഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ബാക്കി 20% നമുക്ക് എവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം? 20% നമുക്ക് ഈ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ 20% ടഫ് ആകാൻ കാരണം ഇഷ്ടം പോലെ അബ്രീവിയേഷൻസ് അവിടെ വരുന്നുണ്ട്. നമുക്ക് പരിചയമില്ലാത്ത ധാരാളം അബ്രീവിയേഷൻസ് അവിടെ വരുന്നുണ്ട്, ഒരു 100-ലധികം ഉണ്ട്. അതാണ് ആ ഒരു 20% എന്താണ് ഇച്ചിരി ടഫാണ് എന്ന് പറയാൻ കാര്യം. എല്ലാവർക്കും അത് മെമ്മറൈസ് ചെയ്തിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പൊ കുറച്ച് അബ്രിവേഷൻസ് വെച്ച്, അതും എല്ലാം പഠിക്കാൻ പറ്റില്ല. പ്രയോറിറ്റി അനുസരിച്ച് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള അബ്രിവേഷൻസ് പഠിക്കാനായിട്ടായിരിക്കണം നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ 50-30-20 എന്ന ഈ ഒരു ഡിസ്ട്രിബ്യൂഷനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെ പഠനം മുന്നോട്ട് പോകേണ്ടത്. 220 എന്നൊരു സബ്ജക്റ്റ് ബേസ് ചെയ്ത് മാറുന്നതാണ് എങ്കിൽ പോലും 220 എന്നൊരു ആവറേജ് JRF മാർക്കിനെ തന്നെയായിരിക്കണം നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജനറൽ പേപ്പറിന്റെ ഷെഡ്യൂളാണ്. ഇതുപോലെ ഓരോ സബ്ജക്ട് വൈസ് നമുക്ക് ഇതേപോലെ ഒരു ടൈം ടേബിൾ ഉണ്ട്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഉണ്ട്. അതിനനുസരിച്ച് തന്നെയാണ് നമ്മളിവിടെ കുട്ടികൾക്ക് അത് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തൊരു എക്സാം ആണ്. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ 100 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. നമുക്കിവിടെ 50-30% നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ നമുക്ക് ജനറൽ പേപ്പറിൽ 80 മാർക്ക് നമുക്ക് ഒപ്പിക്കാം എന്നല്ല, 80 മാർക്ക് നമുക്ക് കൺഫേം ചെയ്യാം. ഈ ഇതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എലിമിനേഷൻ സ്ട്രാറ്റജി കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇപ്പൊ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾ എലിമിനേഷൻ സ്ട്രാറ്റജി വെച്ച് ഗസ് ചെയ്തോളൂ. പക്ഷെ ഇവിടെ നമുക്കത് ഗസ് ചെയ്യാം. നിങ്ങളിൽ പലരും ഇപ്പോഴും ഗസ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും നിൽക്കുന്നത്. പക്ഷേ ഈ എലിമിനേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഗസ്സിംഗ് ആയിരിക്കില്ല നടക്കുന്നത്. സോ എററിനുള്ള നമ്മൾ പണ്ട് കോൺ ബനേഗ കരോർപതി കളിക്കുന്ന കണ്ടിട്ടുണ്ടാവും അല്ലെ, 50-50 എടുക്കും. സോ ആ 2 ഓപ്ഷൻസ് പോകുമ്പോൾ ബാക്കി 2 ഓപ്ഷൻസിൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. അതുപോലൊരു സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെയും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അതിപ്പോ നിങ്ങൾക്ക് അറിയാത്തൊരു പോർഷൻസ് ആണെങ്കിൽ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഇറ്റ് റൈറ്റ് 25% ആണ്. എലിമിനേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് 50% ആയി വർദ്ധിക്കുകയാണ്. എക്സാക്ട്ലി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നെറ്റ് എക്സാം CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് പേര് മോഡൽ എക്സാംസ് ഇപ്പൊ നമ്മൾ ഡൂസ് ആൻഡ് ഡോൺസ് ആണ് ഇനി പറയുന്നത്. ഇപ്പൊ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി പറഞ്ഞു. ഡൂസിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ സിലബസ് കവർ ചെയ്യാൻ പറ്റില്ല. സിലബസ് കവർ ചെയ്യാൻ ആകെ നമുക്ക് 15 ദിവസമേ ഉള്ളൂ. പുതിയതൊന്നും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങളിൽ തന്നെയുള്ള PYQs കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ PYQസും മോക്ക് ടെസ്റ്റും നോക്കിക്കൊണ്ടിരിക്കുക. അത് തീർച്ചയായിട്ടും എന്തായാലും അത് വരും. അപ്പൊ നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ കൂടുതൽ പോളിഷ് ചെയ്യുക. അതെ, ഈ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലല്ല, അതുമായി ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഫാക്ട്സും നമ്മൾ അവിടെ പഠിക്കണം. സോ ഇനിയുള്ള ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻസിലൂടെ തന്നെ മാക്സിമം പോർഷൻസ് നിങ്ങൾ ഫെമിലറൈസ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എലിമിനേഷൻ സ്ട്രാറ്റജിയിൽ എങ്ങനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. മൂന്നാമത്തെ പോയിന്റ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന പോർഷൻ 40% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ആ 40% എൻഷുർ ചെയ്യാനുള്ള വഴി നമ്മൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക. നാലാമത്തെ പോസിബിലിറ്റി അല്ലെങ്കിൽ നാലാമത്തെ ഡു എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് മോഡൽ എക്സാം എഴുതുക. ടൈം വെച്ച് മോഡൽ എക്സാം എഴുതുക. അപ്പൊ നിങ്ങൾ എഴുതുന്ന എക്സാം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു OMR എക്സാം അല്ല, CBT ആണ്. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതും CBT ബേസ്ഡ് മോഡൽ എക്സാം ആണ്. നിങ്ങൾക്ക് ഒരു എക്സാം സെന്ററിൽ പോയിരുന്ന് എഴുതുന്ന അതേ ഒരു ഫീലോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് മോഡൽ എക്സാംസ് എഴുതാൻ പറ്റും. അതായിരിക്കണം നിങ്ങൾ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി ഡോൺസ് പറയുവാണെങ്കിൽ സാറ് പറഞ്ഞ ഡോൺസ് പറയുകയാണെങ്കിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഇനി പഠിക്കാതിരിക്കുക. ഇപ്പൊ നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, അത് PYQs വഴി ഒന്നും കൂടെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ എലിമിനേഷൻ സ്ട്രാറ്റജിയുടെ വർക്ക് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനും സാധിക്കും. മിസ്സേ, അതേപോലെ തന്നെ നമ്മളിപ്പോ ഈ ഒരു സ്ട്രാറ്റജി പറയുന്നതിന്റെ ഒരു ഉപകാരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നമുക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ സമയം പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ്. നമുക്ക് ഇതുവഴി സമയലാഭം ഉണ്ടാവുന്നുണ്ട്, നമുക്ക് അഡീഷണൽ ടൈം അവിടെ സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പോകുന്ന ഒരു ടൈമിൽ നമുക്ക് ഇവിടെ ഈ സ്ട്രാറ്റജീസ് മേക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോ
പ്രധാനപ്പെട്ട ഡൂസ് നമ്മൾ പറഞ്ഞു. ഡോൺസിൽ സിലബസ് കംപ്ലീഷൻ ഇനി എൻഷർ ചെയ്യാൻ പറ്റില്ല. അത് ആക്സെപ്റ്റ് ചെയ്യുക, തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. സിലബസ് കംപ്ലീഷൻ നമുക്ക് എൻഷർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും പോസിബിൾ അല്ല. സോ അത് വിട്ടേക്കുക. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് സാർ പറഞ്ഞ പോലെ പുതിയത് പഠിക്കാതിരിക്കുക, മോഡൽ എക്സാംസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡൂസ്. അപ്പോൾ ഇതെല്ലാം ആയിരിക്കണം നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജിയിൽ ഉൾപ്പെടുത്തേണ്ടത്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ റാപ്പപ്പ് കോഴ്സ് എല്ലാ പ്രാവശ്യവും ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് ഈ ഒരു റാപ്പപ്പിനെ കുറിച്ച് അറിയാൻ തന്നെയാണ്. അപ്പൊ ഈ റാപ്പപ്പ് കോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ 5000-ലധികം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിലേക്ക് എത്തുന്നത്. 5000-ലധികം ക്വസ്റ്റ്യൻസ്, മോഡൽ എക്സാംസ്, മോക്ക് എക്സാംസ്, ഡെയിലി 3 hour ലൈവ് ക്ലാസ്, ജനറൽ പേപ്പർ, സബ്ജക്ട് പേപ്പർ എല്ലാം ഇൻക്ലൂഡിംഗ് ആയിട്ട് 3 hour ലൈവ് ക്ലാസ്, എക്സ്പേർട്ട് മെന്റർഷിപ്പ്. ഈ ഒരു എക്സാമിന് നിങ്ങളോടൊപ്പം ഇരിക്കുന്നത് നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള മെന്റേഴ്സ് തന്നെയാണ്. ഒരു സബ്ജക്റ്റിനും അല്ലാത്ത ആൾക്കാരല്ല, കൃത്യമായിട്ടുള്ള മെന്റേഴ്സ് തന്നെയാണ് നിങ്ങളോടൊപ്പം ഇരിക്കുന്നത്. സോ ഇതെല്ലാമാണ് CC നിങ്ങൾക്കായിട്ട് ഇനി വരുന്ന 15 ദിവസം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി 15 ദിവസം മറ്റൊരു പോയിന്റ് കൂടി പറയട്ടെ, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് മുമ്പുള്ള ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ്. സോ ഡെഫിനറ്റ്ലി നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. ലാസ്റ്റ് മിനിറ്റ് വരെ നമുക്ക് ഫൈറ്റ് ചെയ്യാം, അല്ലേ? അതെ, ലാസ്റ്റ് മിനിറ്റ് വരെ പ്രിപ്പയർ ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഒരിക്കലും വി ഡോണ്ട് ഗിവ് അപ്പ്. നമ്മൾ ഒരിക്കലും വിട്ട് കളയരുത്. നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുക. ബ്രൂസ്ലി പറഞ്ഞിട്ടുണ്ട്, ബ്രൂസ്ലിക്ക് ഇഷ്ടം 1000 ട്രിക്സ് അറിയാവുന്ന ഒരാളല്ലോ, ഒരു ട്രിക്ക് 1000 തവണ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. കറക്റ്റ്. നമുക്ക് ട്രൈ ചെയ്യുക, നന്നായിട്ട് തന്നെ ട്രൈ ചെയ്യുക. അതോടൊപ്പം നെറ്റിന്റെ ഒരു അനിവാര്യത ഇനിയുള്ള കാലം വളരെ വലുതാണ്. എന്തെല്ലാം പറഞ്ഞാലും നെറ്റാണ്, അല്ലേ? അതിന്റെ ഒരു ഗ്ലാമർ എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. സോ ആ ഗ്ലാമറിലേക്ക് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവരാണ് എങ്കിൽ നോ വറീസ്. നിങ്ങൾക്ക് നമ്മുടെ ലോങ് ടേം ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ 8086881144 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. പെട്ടെന്ന് എൻറോൾഡ് ആവാം. നമ്മളുടെ ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. മുന്നിലുള്ളത് 15 days, 45 hours, 5000 questions and plethora of model exams. ഇതാണ് ഞങ്ങൾ തരുന്നത്. ഇങ്ങ് പോന്നോളൂ. ലെറ്റ്സ് ഡു ഇറ്റ് നൗ ഇറ്റ്സെൽഫ്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം, അല്ലേ സർ? അതെ, വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ സിമിലർ ആയിട്ടുള്ള UGC നെറ്റ് ആസ്പിരൻസിന് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക. താങ്ക് യു.